കോംപ്ലക്സ് അനാലിസിസിൻ്റെ പ്രൊപ്പോർഷൻ 1.1 ആട്ടോ നമ്മൾ പറയുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് മാത്രം നോക്കി പോകാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സമ്മേഷൻ എ എൻ എ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ എ എൻ എ കൺവെർജൻ്റ് ആണെന്ന്. ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? സമ്മേഷൻ എ എൻ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മോഡ് വാല്യൂ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അറിയോ? സമ്മേഷൻ മോഡ് എ എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും അതിൻ്റെ വാല്യൂ എന്താ എപ്സിലോണിൻ്റെ അടുത്തേക്ക് പോവാം അല്ലേ, ഇങ്ങനെ കുറഞ്ഞ് വരിക. അപ്പോഴാണ് നമ്മളതിനെ കൺവെർജൻ്റ് എന്ന് പറയാം. അപ്പം നമുക്ക് സമ്മേഷൻ എ എൻ അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റിലിരുന്ന് നമുക്കിതാ ഇങ്ങനെ എഴുതാൻ പറ്റും. സമ്മേഷൻ n = n to ഇൻഫിനിറ്റി മോഡ് എ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കാണിക്കേണ്ട എന്താ? സമ്മേഷൻ എ എൻ കൺവെർജൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്തണം? സമ്മേഷൻ എ എൻ കൺവെർജൻ്റ് ആണെന്ന് എത്തിക്കണം. ഇതിന് ഇവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നറിയോ? നമ്മൾ ഒരു സീക്വൻസ്, ഇപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് സീക്വൻസ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. നമുക്കിവിടെ സമ്മേഷൻ ഉണ്ട്, ഞാൻ സമ്മേഷൻ ഇല്ലാതെ സാധാ നമ്മുടെ സീക്വൻസ് എടുത്തു. ഈ സീക്വൻസ് നമ്മൾ കൺവെർജൻ്റ് ആണെന്ന് കാണിക്കാൻ ഇതേപോലെ കോഷി സീക്വൻസ് യൂസ് ചെയ്യാറില്ലേ? കോഷി സീക്വൻസ് എന്ന് പറയുമ്പോൾ ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു 2 ടേം എടുക്കുന്നു, ഇവിടെ എയും എ കെയും എടുത്തത്, എന്നിട്ട് അതിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ വരികയാണെങ്കിൽ നമ്മൾ അതിനെ കോഷി സീക്വൻസ് വെച്ച് കൺവെർജൻ്റ് ആണെന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ കൺവെർജൻ്റ് കാണിക്കുന്നത്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ സമ്മേഷൻ എ കൺവെർജൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ വെറും സീക്വൻസിന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്മേഷൻ എ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഓരോ സമ്മേഷൻ വരും അല്ലേ? അതാണ് ഞാനിവിടെ എഴുതി കേട്ടോ. അപ്പോൾ സമ്മേഷൻ എ എം മൈനസ് സമ്മേഷൻ എക്ക് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്മേഷൻ എ എൻ കൺവെർജൻ്റ് ആയി. അപ്പോൾ നമ്മുടെ പ്രൊപ്പോർഷൻ പ്രൂവായി. ഇതിനെന്താ ചെയ്യുന്നതെന്നറിയോ? സമ്മേഷൻ എ എം എന്ന് പറഞ്ഞാൽ എന്താ? A1 A2 എക്സെട്ര AM വരെയുള്ള ഇത്രയും ടേം ഉണ്ടാവും. ഇനി സമ്മേഷൻ എ കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ടേമുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ എം എന്ന് എ കെ പോയി കഴിഞ്ഞാൽ ഇത്രയും ടേം പോയി, ബാക്കിയുള്ള ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. AK+1 മുതൽ M വരെയുള്ള ടേം, അതാണ് ഇവിടെ എഴുതി വെച്ചില്ല. AK+1 മുതൽ AM വരെയുള്ള ടേമുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് എനിക്ക് ഇതേപോലെ ഒരു സമ്മേഷൻ്റെ ഫോർമാറ്റിലാക്കി എഴുതി കൂടെ? അങ്ങനെ സമ്മേഷൻ മോഡ് n = k+1 to m AM എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, നമുക്ക് ഇതിനെ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി വെച്ചിട്ട് സമ്മേഷനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള അബ്സല്യൂട്ട് വാല്യൂനൊക്കെ ഇങ്ങനെ എഴുതിക്കൂടെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി കൊടുത്ത് എഴുതി. ഇനി നോക്കി, ഇത് എവിടെ നിന്ന് മുതൽ എവിടെ വരെയുള്ള? K+1 മുതൽ M വരെയുള്ള ടേമുകൾ എന്ന് വെച്ചാൽ ഇത്രയും ടേമുകളെ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഇനി അതിനേക്കാളും എന്തായാലും വലുതാവില്ലേ ഈ ടേം എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഇത് ഈ സീക്വൻസ് മൊത്തമുള്ള സമ്മ് A0 A1 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള ടേമുകളുടെ സമ്മ് ഇതിനേക്കാൾ എന്തായാലും വലുതോ ഈക്വലോ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും ടേമിനേക്കാൾ എന്തായാലും വലുതോ ഈക്വലോ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനേക്കാളും വലുതാണ് ഈ ടേം എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഈ ടേം എന്ന് പറയുന്നത് എന്താ? ഈ ടേം എവിടെയാണ് കിടക്കുന്നതാ? ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് അറിയാം. ഇത് ഓൾറെഡി ലെസ് ദാൻ എപ്സിലോൺ എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് നമ്മൾ വന്നിരുന്നത് അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ സമ്മേഷൻ എ മൈനസ് സമ്മേഷൻ എ കെ അതിൻ്റെ മോഡ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ കോഷി സീക്വൻസ് വെച്ചിട്ട് സമ്മേഷൻ എ കൺവെർജൻ്റ് ആണെന്ന് കിട്ടി.